സന്ദീപ് വാര്യർ BJP വിട്ടതിന് പിന്നാലെ BJP നേതാക്കൾ പറഞ്ഞത് സന്ദീപ് വാര്യർ പോയെന്ന് പറഞ്ഞ് BJPക്ക് ഒരു കുഴപ്പവുമില്ലെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ സന്ദീപ് വാര്യർ ചെറിയ മീനല്ല. കാരണം തുടർച്ചയായ രണ്ടാമത്തെ തവണയാണ് പാലക്കാട് നഗരസഭ മുനിസിപ്പാലിറ്റി BJP ഭരിക്കുന്നത്. അതിൽ നിന്ന് ചില കൗൺസിലർമാർ BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരം? അത് ഈ പാലക്കാട് എന്തായാലും തുടക്കം മുതൽ തന്നെ BJP ഒരു ചെറിയ പ്രതിസന്ധിയിലായിരുന്നു. ഇപ്പോൾ ആ പ്രതിസന്ധി ഒന്നുകൂടെ രൂക്ഷമായി തീർന്നിരിക്കുകയാണ്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശവും അതിന് പിന്നാലെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ തന്നെ 6 കൗൺസിലർമാർ വാര്യരോടൊപ്പം പുറത്തേക്ക് പോകുന്നു എന്നുള്ള വാർത്തയുമാണ് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള കൂടിക്കാഴ്ചയൊക്കെ അവർ നടത്തുകയൊക്കെ ചെയ്തു. അത് ഇപ്പം പാലക്കാട് കൗൺസിൽ ഭരിക്കുന്നത് BJP ആണ്. BJP അവിടെ ഒരു നല്ല ഒരു ഗ്രൗണ്ട് വർക്കൊക്കെ നടത്തി അങ്ങനെ വളർന്നു നിൽക്കുകയായിരുന്നു. BJPയുടെ ഒരു തട്ടകം കൂടെ ആയിരുന്നു. 2011 മുതലാണ് BJPക്ക് അവിടെ ഒരു വളർച്ച ഉണ്ടാകുന്നത്. 2016 ശോഭാ സുരേന്ദ്രൻ രാജഗോപാലനെ തിരുവനന്തപുരത്തേക്ക് തട്ടകം മാറ്റും മുമ്പ് അദ്ദേഹം പ്രവർത്തിച്ചത് പാലക്കാടായിരുന്നു. BJPക്ക് വളരെ അടിത്തറയുള്ള അദ്ദേഹത്തിന്റെ സ്വദേശവും അവിടെ തന്നെയാണല്ലോ, പാലക്കാടാണ്. 2016 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതോടുകൂടി, നിയമസഭയിലേക്ക് മത്സരിക്കുന്നതോടുകൂടി അവിടെ ഒന്നും കൂടെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയൊക്കെ ചെയ്തു. കൃഷ്ണകുമാറും ഒന്നും മോശമൊന്നുമല്ല. കൃഷ്ണകുമാർ മലമ്പുഴയിൽ VS അച്യുതാനന്ദനെതിരെ മത്സരിച്ച 2ാം സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ BJP കേന്ദ്ര നേതൃത്വം തന്നെ ഒന്നുകൂടെ ഈ തൃശ്ശൂരൊക്കെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ അവിടം നിയമസഭയാണേലും അവർക്ക് പിടിച്ചെടുക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം തൃശ്ശൂരിൽ ഒരു അമിതമായിട്ട് ഒരു കോൺസെൻട്രേഷൻ ആയിരുന്നല്ലോ, എങ്ങനെയും പിടിച്ചെടുക്കും എന്നുള്ള തരത്തിൽ. അത് സുരേഷ് ഗോപി ഇറങ്ങിയ ഒരു വലിയൊരു പരിവേഷം ഉണ്ടാക്കിയതും കൂടെ ആകാം. സുരേഷ് ഗോപിക്ക് കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള ബന്ധവുമാകാം. എന്ന് പറയുമ്പോൾ 5 വർഷം അദ്ദേഹം അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. അതുപോലെ ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിൽ ഇനി 5 വർഷം തുടർച്ചയായി അവിടെ തന്നെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അടുത്ത 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ തന്നെ കൊടുക്കണമെന്ന് ഇപ്പോഴത്തെ BJP സംസ്ഥാന ഘടകം ആണെന്നുണ്ടെങ്കിൽ കൊടുക്കത്തില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യമാണ്. വേറെ ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടിടും. BJP അത്ര കയറി വരാത്ത ഇടത്ത് വല്ല മലപ്പുറത്ത് കാണും കൊണ്ടുവേണമെങ്കിൽ കൊടുത്തു കളയും. അതാണ് BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ കുഴപ്പം. എനിക്ക് തോന്നുന്നു സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നൊക്കെ മാറി ഇത് മൊത്തത്തിൽ ഒന്ന് ഉടച്ചു വാർത്തെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പം ഉണ്ടാക്കും. കാരണം ഇപ്പോൾ വാര്യർക്ക് പിന്നാലെ 6 കൗൺസിലർമാർ കൂടി പോകാൻ ഇറങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ അത് കൂട്ടപലായനത്തിലേക്ക് വഴിതെളിക്കുകയൊക്കെ ചെയ്യും. അത് BJPക്ക് വലിയ ദോഷമായിട്ട് മാറും. ഇനിയും BJP അവിടെ വോട്ട് വിഹിതം കുറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാറിനും സംസ്ഥാന ഘടകത്തിനും നിരവധി പഴി കേൾക്കേണ്ടി വരികയും ചെയ്യും. ഇപ്പോൾ സുരേന്ദ്രൻ തന്നെ ഇപ്പോൾ അവരുടെ ഇനിയൊരു സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് നവംബർ ഡിസംബർ മാസത്തിൽ. അപ്പോൾ സുരേന്ദ്രൻ തന്നെ വീണ്ടും നിൽക്കത്തക്ക രീതിയിലുള്ള ശ്രമമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ വൻ വിജയമായിരുന്നു. സുരേഷ് ഗോപി വിജയിച്ചു. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കൊക്കെ BJPക്ക് നേട്ടമുണ്ടായത് താൻ അധ്യക്ഷ പദവിയിൽ ഇരിക്കുമ്പോഴാണ് എന്നുള്ളത് വരുത്തിക്കൊണ്ട് തുടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ്. ഈ ഔദ്യോഗിക പക്ഷത്തെ എതിർക്കുന്ന വിഭാഗവുമുണ്ട്, കൃഷ്ണദാസ് പക്ഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷ പദവിയിലേക്ക് വരണം എന്ന് പറയുന്ന ഒരു വിഭാഗവും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് പാലക്കാട് അവർക്ക് ക്ഷീണമുണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് സംസ്ഥാന ഘടകം അതിന് സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം 25 ഇത് നടക്കുകയാണ്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള. ഇപ്പോൾ തന്നെ നിരവധി ഇടങ്ങളിൽ BJP ഭരണം ഉണ്ട്. പഞ്ചായത്ത് തലത്തിലൊക്കെ പലയിടങ്ങളിലും 2ാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം തന്നെ നോക്കുക. തിരുവനന്തപുരത്ത് പ്രധാന പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നത് BJP ആണ്.
വളരെ ചുരുങ്ങിയ സീറ്റിന് മാത്രമേ ഉള്ളൂ CPM-ഉമായിട്ടുള്ള വ്യത്യാസം. സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ തൃശ്ശൂരിലും അധികാരം ഭരിക്കണമെന്ന തന്ത്രമുണ്ട്. അപ്പൊ ഇത് വരും വർഷത്തില് ഇവിടെ BJP ആയിരിക്കും ഇന്ന് നഗരസഭ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിലുള്ള നീക്കമാണ്. പക്ഷേ പലതരത്തിലുള്ള ഈ വിഭാഗീയതയും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശക്തമായ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നേടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തീർച്ചയായിട്ടും ഈസിയായിട്ട് BJPക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അതുപോലെ നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും 2026 ഏതാണ്ട് ഒരു 10നും 15നും ഇടയ്ക്ക് സീറ്റ് BJPക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടക്കം ആയിരുന്നു പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പ് കൊടുക്കാമായിരുന്നു. കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ഇത്തരത്തിലുള്ള ഈ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഒഴിവാക്കുകയും എല്ലാവരെയും കൂട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന ഘടകം പരാജയപ്പെട്ടില്ലേ എന്നാണ് നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അത് പരിഹരിച്ചു കൊണ്ടുപോയിരുന്നെങ്കിൽ ആ സീറ്റ് നിലനിർത്താമായിരുന്നു. 21 മെട്രോമാനെ തോൽപ്പിച്ചത് വെറും 3500 വോട്ടിലാണ് ഷാഫി വിജയിച്ചത്. ആ 3500 വോട്ട് എന്നൊക്കെ പറയുന്നത് വളരെ ഇതായിട്ട് അവർക്ക് BJPക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പം 2021 അതിശക്തമായ മത്സരം നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇത്തരത്തിലുള്ള വിഭാഗീയതയാണ് പാർട്ടിക്ക് വലിയ തലവേദനയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കേന്ദ്ര നേതൃത്വം എന്തോ മനസ്സിലാക്കുന്നില്ല. അത് എവിടെയോ ഒരു പിടിപ്പുകേട് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ ഔദ്യോഗിക വിഭാഗമാണ് ഇത്തരത്തിൽ ഇറങ്ങി ഇതിനെ കുളമാക്കുകയും ചെയ്യുന്നതെന്നുള്ളതാണ്. കാരണം ഇവിടെ എന്തെങ്കിലും സന്ദീപ് വാര്യർ പോയതിൻ്റെ പിന്നാലെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ ക്ഷീണമുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും വിജയം എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJP ആണ് തൊട്ടടുത്ത് 2ാം സ്ഥാനത്തേക്ക് വരും എന്നുള്ള കണക്കുകൂട്ടലും ഉണ്ട്. കാരണം LDFന്റെ സ്ഥാനാർത്ഥി സരിനാണ്, കോൺഗ്രസിൽ നിന്ന് വന്നതാണ്, അധികാരം മോഹിച്ചു വന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെ അവിടെ CPM-ന് ക്ഷീണം തട്ടി നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും BJP കടന്നു വരണം. അപ്പോൾ ആ സ്പേസ് അവർ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഈ 6 പേര് പോകുമെന്നുള്ളതിന് ഏതാണ്ട് ഒരു ഉറപ്പായ മട്ടിലാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വലിയ തിരിച്ചടിയല്ലേ സന്ദീപിന് പിന്നാലെ ഈ കൗൺസിലർമാർ കൂടി കോൺഗ്രസിലേക്ക് പോകുമ്പോൾ? അപ്പോൾ അവിടുത്തെ ഭരണം തന്നെ നഷ്ടപ്പെടും. അത് 28 സീറ്റുണ്ട്. 6 പേർ പോയാലും കോൺഗ്രസിന് അടുത്ത് തികയ്ക്കാൻ കഴിയില്ല ഭൂരിപക്ഷം. അപ്പം പിന്നെ ഭരണം ഒരിടത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് BJPക്ക് ക്ഷീണമല്ലേ. പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ള ഒരിടത്ത് മുനിസിപ്പാലിറ്റി ഭരണം കയ്യിലിരിക്കുക എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു വലിയ നേട്ടം തന്നെയാണ്. മറ്റു പല കോർപ്പറേഷന് പോലും പിടിക്കാനായിട്ട് അടുത്ത് നിൽക്കുമ്പോൾ തൃശ്ശൂരിൽ അവർക്ക് നേട്ടം ഉണ്ടാക്കാം. ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നേടിയ വോട്ടുകളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ അവർക്ക് അവിടെ വിജയമുണ്ട്. തിരുവനന്തപുരത്ത് ഉറപ്പായിട്ടും വളരെ 3-4 സീറ്റുകൾക്ക് മാത്രമല്ലേ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ പാലക്കാടിന് എന്തെങ്കിലും അടിത്തറ ഇളകുകയാണെന്നുണ്ടെങ്കിൽ അത് കേരളം മുഴുവൻ ദോഷമായിട്ട് മാറുന്നതാണ് എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.